അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത്, പുള്ളിക്കാരി യൂട്യൂബിൽ ഇട്ട സമയത്ത് ഒരു മീഡിയ, രോമാഞ്ചം മീഡിയ എന്ന് പറഞ്ഞ് ഭയങ്കര പേരുള്ള ഒരു മീഡിയ, അതിലേതൊരു വൈറ്റ് ഷോട്ടിൽ എൻ്റെ ഒരു നേവൽ സ്ലിപ്പ് ആവുന്നുണ്ട്. അവരത് ഭയങ്കര വൈറ്റ് ഷോട്ട് ചെയ്യുന്ന അവന്മാരത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ആക്ട്രസ് പാർവതി കൃഷ്ണനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം മൂവിയിൽ നമ്മുടെ നിവിൻ പോളിനെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ആങ്കർ ഉണ്ടല്ലോ, ആ ഒരു വേഷം ചെയ്തിരിക്കുന്ന നമ്മുടെ പാർവതി കൃഷ്ണനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ നിവിൻ പോളിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഒരു ആക്ട്രസും കൂടിയാണ് ഈ പറഞ്ഞ പാർവതി കൃഷ്ണ. ഇപ്പോൾ പാർവതി കൃഷ്ണയ്ക്ക് നേരിടേണ്ടി വന്ന ഈ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിൽ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ടും ഈ പറഞ്ഞ സിനിമ ഇൻഡസ്ട്രി, സീരിയൽ ഇൻഡസ്ട്രിയിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ കുറേ മാധ്യമങ്ങളുണ്ട്. സ്ത്രീയുടെ ഏതെങ്കിലും ഒരു ചെറിയൊരു ശരീരഭാഗം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം സൂം ചെയ്ത് റീൽസുകളായി പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് അവർ റീച്ചിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുള്ളത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പക്കാ തെണ്ടിത്തരമാണ്. ഇതുവരെയും ആരും ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ പാർവതി കൃഷ്ണ ഇതിനെതിരെ നട്ടല് നിവർത്തിക്കൊണ്ട് പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഹലോ ഗൈസ്, വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പൊതുവേ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജോ ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത്, പുള്ളിക്കാരി യൂട്യൂബിൽ ഇട്ട സമയത്ത് ഒരു മീഡിയ, രോമാഞ്ചം മീഡിയ എന്ന് പറഞ്ഞ് ഭയങ്കര പേരുള്ള ഒരു മീഡിയ. ഈ ഒരു പേര് കേട്ടാൽ തന്നെ അറിയാം, രോമാഞ്ചം മീഡിയ. രോമാഞ്ചം കൊള്ളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും റീലുകളും ആണോ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്? അറിയത്തില്ല കേട്ടോ, ഞാൻ ഈ ഒരു ചാനൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അധികം പറയാനും ബാധ്യസ്ഥനല്ല. ഏതായാലും ബാക്കിയും കൂടി കേട്ടോക്കാം. അതിലേതൊരു വൈറ്റ് ഷോട്ടിൽ എൻ്റെ ഒരു നേവൽ സ്ലിപ്പ് ആവുന്നുണ്ട്. അവരത് ഭയങ്കര വൈറ്റ് ഷോട്ട് ചെയ്യുന്ന അവന്മാരത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവന്മാരുടെ മീഡിയാസിലൊക്കെ ഇട്ടു. അതെടുത്ത് ഒരുപാട് പേജസിലിട്ടു. ഇന്ന് അവന്മാരുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്മാരുടെ അക്കൗണ്ട് പോയി. ഇത് എവിടെയൊക്കെ വരുമോ എനിക്കറിയില്ല. ആരും ഇത് പ്രതികരിക്കാത്തതുകൊണ്ടായിരിക്കും. എൻ്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്തത് എനിക്കിഷ്ടമല്ല. സത്യമാണ് പാർവതി പറഞ്ഞത്, 100% സത്യമാണ്. കാരണം വേറെ ഒന്നല്ല, ഇതിനെതിരെ സ്ത്രീകൾ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വഷളാവത്തില്ലായിരുന്നു കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു ധൈര്യമാണ് ഇത്തരം ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾക്കുള്ളത്. എന്തായാലും അതിനെതിരെ ഇങ്ങനെ പ്രതികരിച്ചത്, അവരുടെ ചാനൽ പൂട്ടിക്കെട്ടിയത് വളരെ നല്ലൊരു കാര്യം. ഇനി AI യുഗമാണ്, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അപ്പോൾ ഇപ്പോഴേ തടയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഇതിനും വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും. ബാധിക്കപ്പെടാത്തവർ വരെ ഇതിൽ ഇരകളായി മാറും. ഇപ്പോഴേ പ്രതികരിക്കണം. ഇപ്പോഴേ പ്രതികരിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ്. എന്തായാലും പാർവതിയുടെ ഈ ഒരു ധൈര്യം, ചങ്കുറ്റം സമ്മതിച്ചു, ഫുൾ സപ്പോർട്ട്. ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം. അത് ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരുമോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും. ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വല്ല കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ലതും വരാനും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വായിരിക്കുന്ന പച്ചത്തെറി കേൾക്കുന്നുണ്ട്. എനിക്കറിയാം ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്നാൽ നല്ല പണി വാങ്ങിക്കും. അപ്പോൾ കൊഞ്ചാനും കുഴയാനൊക്കെ ആയിട്ട് ചില ആൾക്കാരൊക്കെ ചെന്നിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ചിലപ്പോൾ ഈ രോമാഞ്ചം മീഡിയ തന്നെയായിരിക്കും ചെന്നിട്ടുണ്ടാവുക. എൻ്റെ ചാനൽ കളയല്ലേ ചേച്ചിനെ എടുത്ത് ഇനി ഞാൻ അങ്ങനെ കാണിക്കത്തില്ല, തേങ്ങയാണ് വാങ്ങി ഇനി ഒരു നടിമാരെടുത്ത് അങ്ങനെ കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വന്ന് കാണുമായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഈ കൊഞ്ചാനും കുഴയാനും ആരും വന്നാലും കാര്യമില്ല എന്ന് പറഞ്ഞത്. ശരിക്കും റിയാക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യണം, പണി കൊടുത്ത് റിയാക്ട് ചെയ്യണം. ഇനി എന്തായാലും സമാധാനമായേ, രോമാഞ്ചം മീഡിയയ്ക്ക് സമാധാനമായേ. ഇനി ഇതേപോലെ കാണിച്ചു കൂട്ടുന്ന എല്ലാ യൂട്യൂബ് ചാനലുകൾക്കും ഇതൊരു പാഠമാണ്.
ചില നടിമാരുടെയൊക്കെ അപ്പർ ബോഡി പാർട്സ് ഒക്കെ എക്സ്പോസ് ചെയ്ത് കണ്ടാണ്ടല്ലോ. ഇവന്മാർ സ്വന്തം വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ബോഡി പാർട്സ് ഇതേപോലെ എക്സ്പോസ് ചെയ്ത് കാണിക്കുമോ? ഇല്ലല്ലോ. ഇതിനൊക്കെതിരെ റിയാക്ട് ചെയ്യണം. എന്തായാലും പാർവതി കൃഷ്ണ റിയാക്ട് ചെയ്തത് വളരെ നന്നായി. ഈ ഒരു സമയത്ത് റിയാക്ട് ചെയ്തത് വളരെ നന്നായി എന്നേ പറയത്തുള്ളൂ. ഇനിയും ഇതിനെ വഷളാക്കാൻ വിട്ടാൽ ഇത് പിടിച്ചാൽ നിൽക്കില്ല. ഇത് ഭീഷണിയൊന്നുമല്ല, അതെൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും. ഇത് വേറെ ആരും ചുമ്മാ വന്ന് പറയുന്നതല്ല. ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവൻ്റെ അക്കൗണ്ട് പോയത്. ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും. സോ ബെറ്റർ നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി, എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി, ആവശ്യമില്ലാതെ എൻ്റെ സാധനങ്ങൾ ഇട്ടാൽ പണി കിട്ടും. എന്ത് കുളിര് കൊള്ളണ സാധനമാണെങ്കിലും എന്ത് രോമാഞ്ചിഫിക്കേഷൻ കൊള്ളണ സാധനമാണെന്നുണ്ടെങ്കിലും എത്ര ഉള്ളൂ പണി. ചാനൽ അങ്ങ് അടുപ്പിച്ച് കളയും. ഇങ്ങനെ ആളുകളുടെ വീഡിയോസ് എടുത്ത് എക്സ്പോസ് ചെയ്ത് റീൽസ് ആക്കുന്ന എല്ലാ യൂട്യൂബ് ചാനലുകൾക്കുള്ള ഒരു പാഠമാണ് ഇപ്പോൾ പാർവതി കൃഷ്ണ തന്നിട്ടുള്ളത്. ഇതേപോലെ എല്ലാ നടിമാരും ഇറങ്ങുക, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക, ചാനൽ അങ്ങ് പൂട്ടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. ഓക്കെ, ബൈ.